അപ്പോൾ എപ്പോഴും ഒരിക്കൽ ഒരു കടൽ യാത്ര പോയപ്പോൾ അവരൊക്കെ കൃഷ്ണകുളമാകാൻ പോയപ്പം കടലിൽ നിന്ന് ഒരാളെ കിട്ടി. കടൽ മനുഷ്യൻ. കടൽ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, അങ്ങനെ ഉണ്ട് പറയുന്ന അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ അത് വേറെ എന്തെങ്കിലും നീർനായ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലല്ല, ഇയാൾ സംസാരിക്കും, ഒറ്റ വാക്കേ പറയത്തുള്ളൂ, കടലിന് തീ പിടിച്ചേന്ന്. അപ്പോൾ മനുഷ്യനാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, അത് വല പിടിച്ചിങ്ങ് കൊണ്ടുവന്നു. പൂർണ്ണ നഗ്നനാണ്, ഒന്നുമില്ല ദേഹത്ത്. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ഇവിടുത്തെ അവരൊക്കെ കുളത്തിൽ കൊണ്ടിട്ടു. എന്നിട്ട് എന്ത് പറ്റി? അത് ഈ വെള്ളം മാറിയോണ്ടായിരിക്കും പുള്ളിക്ക് പനി അടിച്ചു. കടൽ മനുഷ്യന് പെട്ടെന്ന് പനി വന്നു. പിന്നെ എന്തോ ചെയ്യാനാ, ഇപ്പം തിരിച്ചതുപോലെ വള്ളത്തിൽ കയറ്റി കൊണ്ട് കടലിൽ വിട്ടു. അയാൾ നീന്തി അങ്ങ് പോയെന്ന്. ഇത് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കര ഒരു മുഖഭാവം ഇല്ലാതെ, ഒന്നുമില്ലാതെ ഭയങ്കര ആ കഥയുടെ ഒരു ഇതിലങ്ങ് പറയുകയാണ്. ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ ചിരിക്കുന്നൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ചിലപ്പോൾ കാണുമായിരിക്കോടാ. അപ്പം ഈ കഥ പറച്ചിലിൻ്റെ ഒരു മാന്ത്രികതയാണ് അച്ഛൻ്റെ എഴുത്തിൽ പൊതുവിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പ്രത്യേകിച്ച് ഫാൻറ്റസി, ശവാനങ്ങളും തേടിയും കുഞ്ഞും പ്രതിമീ രാജകുമാരിയൊക്കെ എഴുതുമ്പോഴുള്ള അതിൻ്റെ അകത്തൊരു മാജിക് എലിമെൻറ്റ്.